കപ്പിൾ സെഷന്റെ ഒരു പ്രത്യേക സെഗ്മെന്റ് ആണ് ഈ ഹസ്ബൻഡിനോടും വൈഫിനോടും സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പലപ്പോഴും വൈഫ്സിനോട് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു സ്ഥിരം കാര്യമാണ്, എന്റെ ഹസ്ബൻഡ് എന്നെ നന്നായിട്ട് ഒഴിവാക്കുന്നുണ്ട്, ബാക്കി എല്ലാവരോടും അദ്ദേഹം വളരെ ഫ്രണ്ട്ലിയാണ്, പക്ഷെ എന്നോട് മാത്രം എപ്പോഴും ഡിസ്റ്റൻസ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഇസ് എ ബേസിക് പ്രോബ്ലം. ഇതെന്താണ് ഇങ്ങനെ? ഇതെന്താന്ന് വെച്ചാൽ പലപ്പോഴും ഹസ്ബൻഡ്സ് എന്തുകൊണ്ടാണ് വൈഫ്സിനോട് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർ മടിക്കുന്നത്? ഇവരുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇവരുടെ ബാക്കിയുള്ള ആൾക്കാരുടെ ഒപ്പം ഒന്നും കൂടി ഇവർ അടുക്കുന്നതിന്റെ വൺ പ്രധാന റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വെൻ വി ബിക്കം ആംഗ്രി എപ്പോഴും പരാതികൾ, കംപ്ലൈന്റ്സ്, പഴയ കാര്യത്തിനെ പറ്റി ഇങ്ങനെ ലിങ്ക് ചെയ്ത് പറയുന്ന നമ്മുടെ ഒരു ശീലമാണ്. അപ്പൊ ഒരു കാര്യം ഒരു തവണ പറഞ്ഞു അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് പകരം പലതവണയായിട്ട് പറയുമ്പോൾ നമ്മുടെ റിയാക്ഷൻസ് പേടിച്ചിട്ടാണ് പലപ്പോഴും ഇവർ നമ്മളോട് സംസാരിക്കാൻ മടിക്കുന്നത്. നമുക്കെപ്പോഴും ഒരു കാര്യം പലതവണ പറഞ്ഞ് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി, അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോയി, അതിനെ പറ്റിയിട്ടുള്ള എല്ലാം കുഞ്ഞു മൈന്യൂട്ട് കാര്യങ്ങൾ വരെ എടുത്ത് പറഞ്ഞ് അത് വീണ്ടും റീകളക്ട് ചെയ്ത് പറയുന്ന ഒരു ശീലമുണ്ട്. ഇത് ഒഴിവാക്കാനാണ് പലപ്പോഴും ഹസ്ബൻഡ്സ് ഈ സംസാരിക്കാൻ തന്നെ മടിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 70% ആണുങ്ങളുടെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ പറയും, അപ്പം ഓൺ ദ സ്പോട്ട് പറഞ്ഞു, അത് തീർന്നു, ഫിനിഷ് ഇറ്റ് ഓഫ്. അത് അങ്ങനെ അടിവേര് വരെ ഇറങ്ങി പോകും. ദേ ഗെറ്റ് ഇറിറ്റേറ്റഡ്, ദേ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്, ദേ മൂവ് ഔട്ട്. ഓവർ ഡീറ്റെയിലേക്ക് പോവാണ്ട് ആ സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് അപ്പം ആ ഒരു വഴക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്താൽ ഈ ഒരു സോ കോൾഡ് ദിസ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലേ, അത് ഒരു പരിധി വരെ നിങ്ങൾക്കും അവിടെ നിർത്താൻ പറ്റും. ഓക്കെ.